ഡയറക്ടർ ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു. അതായത് ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും സ്റ്റോറി വൈസ് ശരി, വളരെയധികം കുറെ ചേഞ്ചസ് ഉണ്ട്. നല്ലൊരു ഫിലിം ആയിരുന്നു അത്. അതിൽ നിന്ന് മാരിവില്ലിൻ ഗോപുരങ്ങൾ ഒരു ഫൺ എന്റർടൈനിങ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാൻ കാരണം? ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോപ്പർലി ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോപ്പർലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പൊ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകൾ, ഭരതന്റെ സിനിമകൾ റിലേഷൻഷിപ്പിലാണ് ഇതിൽ. അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടെയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയാലും ഒരിക്കലും ഇന്നത്തെ സിനിമകൾ വർക്ക് ആവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. അതിന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് 2 സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെയും ഹാനയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരുടെ പ്രണയം. ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരിവില്ലിൻ ഗോപുരം. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വേറെ ഉള്ളത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള 2 സ്പീഷീസ് ആണ് ലിറ്ററലി ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട്, ഐ മീൻ ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിൽ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരല്ല, ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ അഡ്വഞ്ചർ ആയിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത്. എന്ത് കരുതി ഇതൊരു ക്ലൗഡിങ് സിനിമയല്ല, ഇതൊരു സറ്റൈറിക്കൽ സിനിമയല്ല, സിറ്റുവേഷണൽ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം, ഈ കോൺസെപ്റ്റ് ബേസിക്കലി ആക്ച്വലി 3 ക്യാരക്ടർ, ഷിൻഡോ, ഷെറിൻ, മീനാക്ഷി, റോണിയായിരുന്നു ഒന്ന് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആവേണ്ടിയിരുന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും ഒരു ബേസ് ഇത് ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്യുന്നത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്തു വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദുമായി ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് 1 വർഷത്തോളം ലിറ്ററലി ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്നൊക്കെ ഒരു സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സ് ആണ്. ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ, പിന്നെ ഇവന്റെ കൂടെ വസിഷ്ഠന്റെ കൂടെ വളരെ എൻജോയബിൾ ആയ ഒരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ്, ആ ജോണറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്തതാണ്. അതായത് റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ വല്ല ലൂക്കയിലായാലും ശരി, അവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് അത് വളരെയധികം യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അതൊരു ഒരു നോർമൽ കണ്ടുവരുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ, അങ്ങനെ ഒരു ട്രാക്ക് അല്ല ഫീൽ ചെയ്തത്. ഇതിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആദ്യമേ ടീച്ചറിൽ എന്തും ഞാൻ പ്രത്യേകം പറയാം. ഞാൻ പേഴ്സണലി വെറുതെയുള്ള പൈങ്കിളി റൊമാൻസുകളിൽ അത്ര താല്പര്യം എനിക്കില്ല. കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിച്ച് ഇസ് റിയൽ, നമ്മുടെ കൺമുൻപിൽ കാണുന്ന യഥാർത്ഥമായ പ്രണയങ്ങൾ മാത്രമല്ല, പാർട്ട്ണർഷിപ്പ് എന്നാണ് ഞാൻ പറയാം, ഫ്രണ്ട്ഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. പക്ഷെ ഷിൻഡോയുടെയും ഷെറിന്റെയും ഇക്വേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ് റോണിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ. ഇവര് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വളരെ വ്യത്യസ്തമാണ് അവരുടെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ഇത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് കൂടുതൽ ഇഷ്ടം. അത്രയും. എന്തുകൊണ്ടാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ അങ്ങനെ ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ പാട്ടായി മാറ്റി വരുന്നത്? ആ സമയത്തിന്റെ ആ പാട്ട്
അങ്ങനെ ഒരു ടൈറ്റിൽ മനഃപൂർവ്വം ഇട്ടാണോ സിറ്റുവേഷനായിട്ട് കഥയുടെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വന്നു പോയത്? തിരക്കഥയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഒരു മാരിവില്ലെ എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലാണ്. പിന്നെ ഫോക്കസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാദിക്കായിട്ട് സംസാരിക്കുന്നതും പിന്നെ വിദ്യാജീതിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയിൽ ചിന്തിച്ചു, ഓക്കെ, മാരിവില്ല് പോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം വേറെ ഇല്ല. പിന്നെ ഇവർ 4 പേരും വസിഷ്ഠും ഒക്കെ ശരിക്കും ലിറ്ററലി പല കളേഴ്സ് പോലെയാണ് ഈ സിനിമയുടെ. ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരിവില്ലാണ്. ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സിറ്റി തന്നെയാണ്, കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ്. നമ്മൾ സിനിമ മുഴുവനായിട്ടും കൊച്ചിയിൽ സിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റിയില് മഴവില്ല് പോലുള്ള ആഘോഷഭരിതമായ ഒരു സിംബൽ ഈ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്രയും അതുകൊണ്ട് മീൻ ചെയ്തുള്ളൂ. അത് ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്ത സിനിമ.